to my channel. പിന്നെ നമ്മൾ പേരൊക്കെ മാറ്റി കില്ലർ ബോയ് ആക്കി ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ കില്ലർ ബോയിലെ എപ്പിസോഡൊക്കെ തേർഡ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ വീട് തകർത്തു ഗൈസ്. പിന്നെ അവിടെ വില്ലേജർ ട്രാപ്പ് ഇട്ട പോലെ ട്രാപ്പ് ഇട്ട് പിന്നെ നമുക്ക് ആ ഒരു മൈനിങ് ഏരിയ ഒരു വലിയ പ്ലേസ് ആക്കാം. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും മറ്റേ ഇതുപോലത്തെ സ്ഥലം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ഇപ്പം ഞാനിപ്പോൾ കാണിച്ചിരുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കാം കേട്ടോ. ഒരു കുറച്ച് സാധനങ്ങൾ മതി ഗൈസ്. സ്പ്രൂസാണ് വേണ്ടത്, പക്ഷെ സ്പ്രൂസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണേണ്ടി ഗൈസ്. ആ വീഡിയോകളൊക്കെ തീർത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ബേബി വില്ലേജറൊക്കെ ഉണ്ടാക്കി ഗൈസ്. എന്താ നോക്ക്, എന്ത് ലെവല്, അംബാനി ലെവല്. നമുക്ക് ഇത്തിരി വുഡ് അപ്പം ഞാൻ ഡബിൾ ടെസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ചുവിട്ടാ ഗൈസ്. ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല, നമുക്ക് കുറേ സാധനങ്ങളായി. ജൈവുഡും ഒന്നല്ല ഇത്രയും സ്റ്റേഴ്സും മതിയെന്ന് തോന്നുന്നു. മതി ഇത്രയും സ്റ്റേഴ്സും 2 കോബിൾ സ്റ്റോൺ വാളും പിന്നെ 3 ടോർച്ചും മതി. ഗൈസ് നമ്മൾ ട്രാപ്പായി. അതിപ്പോൾ മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ക്യാറ്റിനെ കൊന്നാൽ നമുക്ക് സ്ട്രിങ് കിട്ടും ഗൈസ്, നല്ല ലാഭാട്ടോ. ഗൈസ് നമ്മളിവിടെ വെച്ച് നിർത്തിയേ ഗൈസ്. ഒരു പ്രശ്നമുണ്ട് കേട്ടോ, എൻ്റെ ഗെയിം മര്യാദയ്ക്ക് കൺട്രോളല്ല. ഒരു മിനിറ്റ്. നെറ്റ് ശരിക്കും നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്ട്. യെസ് ഗൈസ്, നെറ്റ് ഓഫ് ചെയ്തു ഗൈസ്. നമ്മുടെ സ്ഥലത്തെത്തിയിട്ടോ. ഇതല്ല നമ്മുടെ സ്ഥലം. അപ്പം ഇത്രേ ഉള്ളൂ. അറിയാതെ ഒരെണ്ണം വെച്ചു. 1 ഇവിടെ. ഓക്കെ, 2 കറക്റ്റായി കിട്ടിയല്ലോ ഗൈസ്. എൻ്റെ കഴിവ് നോക്ക്. 1 ഇതിങ്ങനെ 3 എണ്ണം വയ്ക്കാം. അപ്പുറത്തും ഇതുപോലെ 3 എണ്ണം വയ്ക്കണം ഗൈസ്. ഇതുപോലെ യെസ് ഗൈസ്. ഇത് ബ്രേക്ക് ചെയ്യാം. സ്ട്രിപ്പോടെ റൂട്ടെടുക്കാം ഗൈസ്. ഇതുകൊണ്ട് ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ടാക്കാം. വുഡൻ പ്ലാങ്ക് ഇവിടെ വയ്ക്കാം. ബാക്കിയുള്ളത് 4 ഗൈസ്. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗൈസ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. യെസ്, ക്ലിയറായി. ആ ലാഗ് തീർന്നില്ല ഗൈസ്. ഇത്രയും മതി. ഈ ഗ്യാപ്പ് നമുക്കില്ലേ പിന്നീട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്ലാസ് വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഡീറ്റെയിലിനായിട്ട് അവിടെയും ഇവിടെയും കോബിൾസ്റ്റോൺ വാള് വയ്ക്കണം. അതുകൊണ്ട് അതിന് മേലെ ടോർച്ച്. ഗൈസ് ഇങ്ങനെ ഡേർട്ട് കളക്ട് ചെയ്ത് നോക്ക്. ഇതുപോലെ
ഇത് കളക്ട് ചെയ്യാം. ഗൈസ് ഇത്രയുള്ള ഗൈസ്. ഇത്ര നമ്മൾ മൈൻഡ് ചെയ്തിട്ട് പുറത്ത് പോവാം. ഈ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് പൊട്ടിച്ച പോലെ പറന്ത് കേട്ടാ ഗൈസ്. ഇവിടെ 2 എണ്ണം വെക്കാം, ഇവിടെ 2 എണ്ണം വെക്കാം, ഇവിടെ 2 എണ്ണം, ഇവിടെ 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 ഇവിടെ. ഗൈസ് ഇത്രയുള്ള ബിൽഡിംഗ് തോന്നുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞില്ല ഗൈസ് ബിൽഡ്. ഓക്കെ, ഇവിടെ പാച്ചപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഈ വുഡൻ സ്റ്റെയർസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. അത് കണ്ട ഇതുപോലെ ഇങ്ങനെ വെക്കാം. 2 തരം. ഓക്കെ, അപ്പർ ലെയർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. കറക്റ്റ് ബോയ്സ് ഇതിങ്ങനെ സ്റ്റേഴ്സ് വെച്ചോണ്ടിരിക്കുക ഗൈസ്. ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് ഓഫ് ചെയ്താളയാം. ഇത്രയുള്ളൂ ഗൈസ്. അവിടെ എക്സ്ട്രാ ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയണം. നോക്കരുത്, ഡേർട്ട് ഇടുന്നത്. ഇത്രയുള്ളൂ ഗൈസ്. പിന്നെ ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുക ഗൈസ്. പതുക്കെ നടക്കാം, ലാഗ് ഭയങ്കരമായിട്ടുണ്ട് ഗൈസ്. ഇവിടെ പറഞ്ഞു ഗൈസ് തെറ്റി വെച്ച് പോയി. മൈനപ്പ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ. അടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു മൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാ ചിത്രം കൂടി ഉണ്ട്. ഈ രണ്ടും കട്ട് ചെയ്ത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ക്ലാസ് കിട്ടും. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് മൈൻഡ് ഷാഫ്റ്റ് ഉണ്ടാക്കി ഗൈസ്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ നിർത്തുന്നു ഗൈസ്. ലോക്ക്. ശരി ഗൈസ്, എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നീട് കാണാം കേട്ടോ.